ഇന്ന് എൻ്റെ വീടെടുത്ത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഫസ്റ്റ് തന്നെ അവക്കാഡോ ആണ് കേട്ടോ. അവക്കാഡോ ഏത് ടൈപ്പാണെന്നൊന്നും അറിയില്ല കേട്ടോ, കാരണം ഇതുവരെ ഉണ്ടായിട്ടൊന്നുമില്ല. ബഡ് തന്നെയാണ്. മോർണിംഗിൻ്റെ ഒരു ടൈമിലാട്ടോ നമ്മൾ വീഡിയോസൊക്കെ എടുത്തത്, അതുകൊണ്ട് തന്നെ സൺറൈസൊക്കെ കണ്ടു കേട്ടോ. ഇന്ന് ഈ കാണിക്കാൻ പോകുന്ന ഫ്രൂട്ടാണ് കുറേ പേർക്ക് പരിചിതമല്ലാത്ത ഫ്രൂട്ടാട്ടോ ഇപ്പോഴും. ഇതാണ് കേട്ടോ ദുരിയാൻ. ഇതിനാണെങ്കിൽ 2000 രൂപയാണ് ഒരു ചെറിയൊരു തൈക്ക്. അതിനും വലിയ വിലയൊക്കെ ഉണ്ട്. ഭയങ്കര ഡിമാൻഡാണ് ഈ ഒരു ഫ്രൂട്ടിന്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആള് ഭയങ്കര ഒരു ബോറായിട്ടുള്ള ടേസ്റ്റ് ആട്ടോ. കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് നല്ലൊരു ഫ്രൂട്ടാണ് ഇതെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് കേട്ടോ അബിയു ആണെങ്കിൽ ഈ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് നമുക്ക് കാഴ്ച കിട്ടുന്നത്. ഇതിനകത്താണെങ്കിൽ ഒത്തിരി ഫ്രൂട്ട്സ് ഈ പ്രാവശ്യം ഉണ്ടായിട്ടോ. ഇത് ഉണ്ടാവുന്ന പോലെ പഴുക്കുന്നവരെയും പഴുത്ത് ചാടി ചീഞ്ഞ. ബട്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം നമ്മുടെ അബിയു കുറേ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വലുതാകുമ്പോൾ നമ്മൾ പഴുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് മുന്തിരിപ്പേര് എന്താണെന്നറിയാം. മുന്തിരിപ്പേര് എന്തെന്ന് വെച്ചാൽ അതാണ് ഈ കുഞ്ഞിതായിട്ടുള്ള പേരൊക്കെയാണ്. അതിനകത്ത് നിറച്ച് കായൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നല്ലൊരു പുളിയൊരു ടേസ്റ്റാണ് കേട്ടോ. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഡ്രാഗണിൻ്റെ റെഡ് കളറാട്ടോ. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കേട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ നോർമലായിട്ടുള്ള. പിന്നെ മാംഗോസ്റ്റിന് അത്യാവശ്യം ടൈമൊക്കെ വേണം, 7 years എങ്ങാണ്ട് വേണം കായ്ക്കാൻ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വലുതായിട്ട് പറയണ്ട കേട്ടോ നമുക്കിപ്പോൾ. പിന്നെ ഉള്ളതാട്ടോ ബട്ടർ ഫ്രൂട്ട്. ആ ഒരു ഫ്രൂട്ടിൽ നമുക്ക് ഈ പ്രാവശ്യം കുഞ്ഞൊരു കായ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഉണ്ടാവണേ. ഞാൻ കഴിച്ചിട്ടുണ്ട് നേരത്തെ, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടേസ്റ്റ് അല്ലായിരുന്നു കേട്ടോ. ഒരുമാതിരി ഒരു ചീഞ്ഞ ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ സംഭവം ഭയങ്കര ഹെൽത്തി ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനിയുള്ളൊരു ഫ്രൂട്ടാണ് നമ്മുടെ എല്ലാവരും വീട്ടിലൊക്കെ കോമൺ ആയിട്ടുള്ള പനീർ ചാമ്പങ്ങ. ഇത് നമ്മുടെ തായ്ലാൻഡാണ്. പിന്നെ സപ്പോട്ടയാണ്. ഈ സപ്പോട്ടയുടെ തൈ ഏകദേശം മേടിച്ച് വെച്ചിട്ട് 4 കൊല്ലമായി. ഇത് നട്ടത് 2 കൊല്ലം ഇവിടെ ഗ്രോ ബാഗിൽ ഇരുന്നിട്ട് പിന്നെയാണ് നട്ടത്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോഴും അങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ അരക്കില്ലാത്ത ചക്ക ഉണ്ടാവുന്ന ഒരു പ്ലാവാട്ടോ. 5 വർഷമായി മേടിച്ച് വെച്ചിട്ട്, പക്ഷേ ഇതുവരെ സംഭവത്തിലൊന്നും ഉണ്ടായി കാണാറില്ല. ഈ ഒരു സംഭവമാണ് ബുഷ് ഓറഞ്ച്. ബുഷ് ഓറഞ്ച് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.